ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനൊരു ജ്യൂസായിട്ടാട്ടോ വന്നത്. അടിപൊളി ടേസ്റ്റിലൊരു ജ്യൂസ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. വെറും ജ്യൂസല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്, കാണാനോ നല്ല ഭംഗിയുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഇതിൽ ഷുഗറോ അല്ലെങ്കിൽ കളറോ ഒന്നും ചേർക്കാതെ അടിപൊളിയായിട്ടുള്ള ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുമല്ല, ടേസ്റ്റിൽ നല്ലൊരു ടേസ്റ്റുള്ള വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. അതുപോലെ ഇത് കഴിച്ച് കിട്ടിയാൽ നല്ലതാണ് ശരീരത്തിന്. നമ്മൾ വളർച്ചയുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. അപ്പോൾ കുട്ടികളൊക്കെ കുട്ടികളെന്നല്ല, മുതിർന്നവർക്കും നല്ല ഹെൽത്തിന് നല്ലൊരു ഡ്രിങ്കാണിത്, ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനൊരു ബൗളിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ മുത്താറിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. മുത്താറി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കൊക്കെ മുത്താറി എന്നാണ് പറയുക. ചില സ്ഥലത്തൊക്കെ റാഗി എന്ന് പറയും. റാഗീൻ്റെ പൗഡറാണ് ഇവിടെ എടുത്തത്. 2 ടേബിൾ സ്പൂണുള്ള റാഗി പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ പൊടിയൊന്നുമില്ലാതെ കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. മുത്താറി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഗ്യാസിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ മുത്താറി കുറുകി കിട്ടും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് നമ്മൾ തീയൊക്കെ നല്ല സ്ലോയിലായിട്ട് സിമ്മിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അപ്പോൾ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ തന്നെ ഒരു സെക്കൻഡ് വെച്ചോടണം അതൊന്ന് കുറുകി കിട്ടും. ഇതുപോലെ കുറുകി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറുകി കിട്ടുന്നതാണ്. നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊന്ന് കുറുകി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ നമ്മൾ ഈ മുത്താറിയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഐറ്റമാണല്ലോ മുത്താറി, എല്ലാവർക്കും അറിയാം. അപ്പം നല്ലതാണ്. മുത്താറി ആയാലും നമ്മൾ ജ്യൂസിൽ മുത്താറിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ മുത്താറിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ഇതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് സാധാരണ നമ്മൾ വെറും മുത്താറീൻ്റെ പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് മുത്താറിപ്പൊടി അല്ല, മുത്താറിയാണ് വീട്ടിലെങ്കിൽ ഉള്ളതെങ്കിൽ നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് അതൊന്ന് ജ്യൂസാക്കി എടുത്തിട്ട് കുറുക്കിയാലും മതി കേട്ടോ. അത് നമ്മളൊന്ന് നല്ലോണം തണുക്കാൻ വെക്കുക. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട്, മീഡിയം സൈസിലുള്ള ഒരു ബീറ്റ്റൂട്ടാണ് ഇവിടെ എടുത്തത്. ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം കയ്യിലില്ലെങ്കിൽ മൈസൂർ പഴമോ അല്ലെങ്കിൽ ആണിപ്പോനോ ഏത് പഴം എടുത്താലും മതി, റോബസ്റ്റോ ഏത് എടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പകുതി ബീറ്റ്റൂട്ട് മതി കേട്ടോ, മുഴുവനായിട്ട് ഇടണമെന്നില്ല. പകുതി ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1-2 വിസിൽ വന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കണേ. കുറച്ച് ബീറ്റ്റൂട്ട് മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു പഴം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും ജ്യൂസിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ പോവുകയാണ്. കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാരയ്ക്ക, ഒരു 10 കാരയ്ക്ക നമ്മൾ എടുക്കണം. 10 കാരയ്ക്ക എടുത്ത് വെക്കുക. പിന്നെ നമ്മൾ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു ബൗളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീറ്റ്റൂട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് വേവിച്ച് വെച്ച വെള്ളത്തിൽ നിന്ന് മെല്ലെ ബീറ്റ്റൂട്ട് മാറ്റി ഇതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബീറ്റ്റൂട്ട്, നേരത്തെ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ, പകുതി മാത്രമേ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളൂ. അത് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ആ ബീറ്റ്റൂട്ട് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കളയേണ്ട, നല്ല കളറുണ്ടാവും. ആ ബീറ്റ്റൂട്ടിൻ്റെ നമ്മൾ വേവിച്ച് വെച്ച ബീറ്റ്റൂട്ടിൻ്റെ വെള്ളമാണ് ഞാനിത് ഈ കാരക്കയിലേക്ക് ഡേറ്റ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം കാരക്കയിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലേ അത് ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ കുതിർക്കാൻ സാധാരണ ചൂടുവെള്ളത്തിലേക്കാളും നല്ലത് ആ ബീറ്റ്റൂട്ടിൻ്റെ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയണം. ഇനി നമ്മളിതെല്ലാം തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ. ചൂടോടുകൂടി അടിക്കരുത്, നല്ല തണുത്തതിന് ശേഷം നമുക്ക്. മുത്താറി നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ മുത്താറി എന്ന് പറഞ്ഞാൽ റാഗി നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ റാഗീൻ്റെ ആ കുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീറ്റ്റൂട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി മുത്താറിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ 2
പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുക്കുക. കുറച്ചേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് എല്ലാം കൂടി അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഒരു പഴം, ആ പഴം കൂടി ഇതിലേക്കിട്ട് കുതിർക്കാൻ വെച്ച കാരക്ക ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഇടുക. കുരു കളയണം. എന്നിട്ട് ആ കാരക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജ്യൂസിൽ കാരക്കൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. കാരക്കയും പഴവും നല്ല മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്യാവശ്യം പഴുത്ത പഴമായതുകൊണ്ട് കാരക്കയും പഴവും നല്ല മധുരം ഉണ്ടാകുമ്പോൾ നമുക്ക് ജ്യൂസ് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 1/2 ലിറ്റർ പാലിലേക്കാണ് ഈ ജ്യൂസ് പാല് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലിലേക്കാണ് ഇത്ര കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് പാൽ ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിൽ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക, ഒരു 5-6 ഏലക്കയും കൂടി ഇതിലേക്ക് തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക, സ്മൂത്തായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാൽ ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ച് കട്ടയായിട്ട് ജ്യൂസിലേക്ക് ഇട്ടിട്ട് അടിച്ചാലും മതി. ഇല്ലെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്നും കൂടി നല്ല തണുത്ത് ജ്യൂസ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വേഗം നമ്മൾ സാധാരണ പാലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിക്കുക. ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് തണുത്ത് സെറ്റായതിന് ശേഷം നമ്മൾ കഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസിലേക്ക് ഈ കസ്കസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നല്ല വെയിലത്ത് നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ഈ ജ്യൂസ് ഒരു ഗ്ലാസ് കിട്ടിയാൽ അടിപൊളി. അതിൻ്റെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാം. നമ്മളത് കഴിക്കുമ്പോൾ നല്ലൊരു ക്ഷീണമൊക്കെ മാറ്റി നമ്മളൊരു ഫ്രഷ് ആവും. അത്രയും നല്ലൊരു ജ്യൂസാണ്. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ പറയണ്ടല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ തീരെ ഷുഗറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നല്ലൊരു ജ്യൂസാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ മക്കൾക്കൊക്കെ തീരെ മധുരം കുറച്ച് കുറവാണെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്താൽ മതി. ഷുഗർ ഇല്ലാണ്ട് നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഒരു ജ്യൂസാണ്. നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. അപ്പോൾ റാഗി, ക്യാരറ്റ്, പിന്നെ കാരക്ക, ഇതെല്ലാം നമ്മൾ അധിക പേരെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് സാധനം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നട്ട്സോ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ജ്യൂസ് കുറച്ചും കൂടി ടേസ്റ്റി ആക്കാം. ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളി വീഡിയോ ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്, അടിപൊളി വീഡിയോ ആയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് കയറി കാണുക. അടിപൊളി വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോസും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുവരേക്കും ബായ്.